ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ആത്മജ്യോതി എന്നുള്ള പേരിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതങ്ങൾ പറയുന്ന ഒരു ചാനൽ തുടങ്ങണം യൂട്യൂബിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ അത് നടത്തിത്തരാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടാകണേ. നമ്മളുടെ മനസ്സ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുക. മനസ്സ് നമ്മളെ ഒരുപാട് തലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അപ്പം അതിനെ ഏകാഗ്രമാക്കി നിർത്താനായിട്ട് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഭഗവാനിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിൽ പരം ഭാഗ്യം, സൗഭാഗ്യം, ഭഗവത് കൃപ, കരുണ, കടാക്ഷം വേറെ ഒന്നുമില്ല. അപ്പോഴാണ് നമ്മൾക്ക് നമ്മളിലേക്കുള്ള യാത്ര, ആത്മയാത്ര നടത്താൻ പറ്റുള്ളൂ. മനസ്സിന് എപ്പോഴും ഭക്ഷണം വേണം. ശരീരത്തിന് ഭക്ഷണം വേണ്ടതുപോലെ തന്നെ മനസ്സിന് ഭക്ഷണം വേണം. അതിന് ഇഷ്ടപ്പെട്ടതിലേക്ക് അത് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഭഗവത് കഥകളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലോ, കണ്ണൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആരാണ് നമ്മളുടെ ഉണ്ടാവുക, നമ്മുടെ കൂടെ ഉണ്ടാവുക? കർഷയതിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഭഗവാൻ നമ്മളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചുവട് നമ്മൾ ഭഗവാനിലേക്ക് വയ്ക്കുമ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് 1000 ചുവടുകൾ വയ്ക്കും എന്നാണ്, നമ്മളെ ചേർത്ത് പിടിക്കും എന്നാണ്. എൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളെ വിടില്ല പിന്നീട് ഭഗവാൻ. അപ്പം നമ്മൾ എത്ര വിട്ടുപോകാൻ ശ്രമിച്ചാലും പിന്നീട് ആ ഒരു ആകർഷണം അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക, സത്സംഗങ്ങൾ ഉണ്ടാവുക. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്തുക്കളുമായുള്ള സംഘം, നല്ലതുമായുള്ള സംഘം. നമുക്കത് ഭഗവത് കഥകളിലൂടെ നമുക്ക് കേൾക്കാം, ശ്രവിക്കാം, പറയാം, ഭഗവത് പൂജ ചെയ്യാം, ഭഗവാനെ പ്രകീർത്തിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീമദ് മഹാഭാഗവതത്തിൽ വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവത് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ ചരിതങ്ങൾ വിശാലമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്കത് കുറേശ്ശെ വിധം കേൾക്കാൻ ശ്രമിക്കാം, പറയാൻ ഞാനും ശ്രമിക്കാം. തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നമ്മൾക്ക് ഒരുമിച്ച് ഇത് കേട്ട് മുന്നേറാം. അപ്പം ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാവരും കേൾക്കട്ടെ. നിങ്ങളൊക്കെ എത്രയോ കേട്ടിട്ടുള്ളവരാകും. എന്നാലും ഭഗവത് കാരുണ്യം കൊണ്ട് പറയാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെയും കൂടി സപ്പോർട്ട്, അനുഗ്രഹം ഉണ്ടാകണമേ. ഇപ്പം നമ്മൾ പറഞ്ഞു, പുരാണങ്ങൾ എന്ന് പറയുന്നത് പുരാ അപി നവം. പുരാണമാണെങ്കിലും പഴയതാണെങ്കിലും എന്നും പുതിയതായിരിക്കുന്നവയാണ് പുരാണങ്ങൾ. എത്ര പുരാണങ്ങളുണ്ട് നമ്മളുടെ അറിവിൽ? വ്യാസഭഗവാനാണ് നമ്മൾക്ക് പുരാണങ്ങൾ രചിച്ചിരിക്കുന്നത്. 18 പുരാണങ്ങളാണുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീണ്ടും കുറച്ചുകൂടി പറയാൻ ശ്രമിക്കാം. ഇപ്പം നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിച്ചതുപോലെ മദ്വയം, മദ്വയം, ഭദ്വയം, ചൈവ, ബ്രത്രയം, വാ ചതുഷ്ടയം, അനപലിംഗകുസ്കാനി പുരാണാനി പ്രചക്ഷതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പുരാണങ്ങൾ? മദ്വയം 2 മാ വെച്ചിട്ട് മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. പിന്നെ ഭദ്വയം ഭാഗവതവും ഭവിഷ്യപുരാണവും. ബ്രത്രയം ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം അല്ലെങ്കിൽ ബ്രഹ്മവൈവർത്ത പുരാണം. പിന്നെ വാ ചതുഷ്ടയം വിഷ്ണുപുരാണം, വാമനപുരാണം, വായുപുരാണം, വരാഹപുരാണം. എന്ന് പറയുന്നത് അഗ്നിപുരാണം. നാരദ അല്ലെങ്കിൽ നാരദീയ പുരാണം. 14-ാമത്തേതായിട്ടുള്ള പത്മപുരാണം. 15 പറയുന്ന ലിംഗപുരാണം, ലിംഗം. 16-ാമത്തെ ഗരുഡപുരാണം. 17 കൂർമ്മപുരാണം. 18-ാമത്തെ സ്കന്ധപുരാണം. അപ്പോൾ പുരാണങ്ങൾ പണ്ടേ എഴുതപ്പെട്ടതാണ്, പക്ഷേ നിത്യ നൂതനവുമാണ്.
ഇതിഹാസ പുരാണാനാം പഞ്ചമോ വേദ ഉച്യതേ എന്നാണ്. 5ാമത്തെ വേദമാണ് പുരാണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദം തന്നെയാണ് വളരെ നന്നായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷണങ്ങൾ പൊതുവേ ഈ പുരാണങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിനാണെങ്കിൽ തീർത്തും തികഞ്ഞ 10 ലക്ഷണങ്ങളുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഭാഗവതം എന്നുള്ള വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. എന്ന് പറഞ്ഞതിന് പ്രകാശിക്കുന്നത്. അപ്പം ഭഗവത ഇതം ഭാഗവതം എന്ന് പറഞ്ഞു. ഏതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതം എന്നാണ്. ആ ഭഗവാന്റെ തേജസ്, ഭഗവത് തേജസ് തന്നെ ഈ ഭാഗവത പുരാണത്തിൽ ലയിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പ്രകാശം, പ്രകാശിക്കുന്നത്, ഭഗവാനെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്തുക, ഗതി. നമ്മൾ എവിടേക്ക് എത്തണം? ഭഗവാനിലേക്ക് എത്തണം. അതായത് അത് നമ്മുടെ സ്വരൂപം തന്നെയാണ്. നമ്മൾ അവിടേക്ക് എത്തണം. നമ്മൾ അവിടെ തന്നെയാണ്. പക്ഷേ നമ്മളിലുള്ള ആ ഒരു അജ്ഞാനമൊക്കെ ഒന്ന് മാറ്റിക്കളയണം. ഇനി എന്ന് പറഞ്ഞാൽ വരിഷ്ഠമായത്, ശ്രേഷ്ഠമായത്. ഭഗവാന്റെ സ്വരൂപം തന്നെയാകുമ്പോൾ ഇനി അതിൽ കൂടുതൽ ശ്രേഷ്ഠത എന്താണുള്ളത്? എന്ന് പറഞ്ഞാൽ തരണി, തരണം ചെയ്യാൻ സഹായിക്കുന്നത്. അത് ഭഗവത് പാദങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വലിയ സംസാര സാഗരം കടക്കുന്നതിന് വേറെ നൗകയൊന്നും വേണ്ട എന്നാണ് പറയുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് എന്ന് നമ്മൾ തന്നെ അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ ഋഷിമാർ വളരെ പണ്ട് മുതൽ തന്നെ നമ്മൾക്കതിനു വേണ്ട മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ധ്യാനത്തിൻ്റെ മാർഗമുണ്ട്, ജ്ഞാനത്തിൻ്റെ മാർഗമുണ്ട്, ഭക്തിയുടെ മാർഗമുണ്ട്, കർമ്മയോഗത്തിൻ്റെ മാർഗമുണ്ട്. നമ്മൾക്ക് എന്തുണ്ടായാലും ഭക്തിയില്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും നേടാനാവില്ല എന്നുള്ളതാണ്. അവനവനെ തന്നെ സമർപ്പിക്കലാണ്, ആ സ്വയം സമർപ്പണമാണ് ഭക്തിയിലേക്ക്, ഭഗവാനിലേക്കുള്ള വാതിലിനെ നമുക്ക് തുറന്ന് തരുന്നത്. അവിടെ എത്തണം. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഉദ്ദേശം, നമ്മളുടെ ജീവിത ലക്ഷ്യം, ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഭഗവത് സ്വരൂപത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ വേണ്ടത് എന്താണ്? നമ്മളെപ്പോഴും പുറത്തേക്ക് തുറന്നിരിക്കുന്ന നമ്മളുടെ സെൻസറി ഓർഗൻസിനെ, ജ്ഞാനേന്ദ്രിയങ്ങളെ നമ്മളൊന്ന് അടച്ച് അകത്തേക്കൊന്ന് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾക്ക് എത്ര സെൻസറി ഓർഗൻസ് ഉണ്ട്, എത്ര ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. അപ്പം നാവ് കൊണ്ട് ഭാഷണമുണ്ട്, ഭുജിക്കലുമുണ്ട്. കണ്ണുകൊണ്ട്, നേത്രം കൊണ്ട് കാണുക, ദർശനം. ചെവി കൊണ്ട് ശ്രവണം, മൂക്ക് കൊണ്ട് ഘ്രാണം, നാസിക കൊണ്ട് ഘ്രാണം, നാവ് കൊണ്ട് രസന കൊണ്ട് നമ്മൾ ഭോജനവുമുണ്ട്, ഭാഷണവുമുണ്ട്, ത്വക്കുകൊണ്ട് സ്പർശനവുമുണ്ട്. അപ്പം ഇതെല്ലാം മാറ്റിയിട്ട് ഇത് ഈ ലോകത്തെ, ഈ ജഗത്തിനെ, ഉള്ളതെന്ന പോലെ ഭാസിക്കുന്ന, നിത്യമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഈ ജഗത്തിനെ അറിയാനായിട്ട് നമുക്കുള്ളതാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം. നമ്മൾക്ക് തിരിച്ച് നമ്മളുടെ സ്വരൂപം എന്താണ്, യഥാർത്ഥത്തിലുള്ളത് എന്താണ് എന്ന് അറിയണമെങ്കിൽ, അപ്പം ആ യഥാർത്ഥ സ്വരൂപം അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേദാന്തത്തിൽ പ്രസിദ്ധമായ ഒരു ചില തത്വങ്ങളുണ്ട്. ഇപ്പം രജ്ജു സർപ്പവത്ത്, കയറും പാമ്പും. ഇത് വേദാന്തം നിങ്ങൾ പഠിച്ചവർക്കെല്ലാം അറിയാം. എന്താണ് കയറാണ് യഥാർത്ഥത്തിലുള്ളത്. പാമ്പിനെ പോലെ ഇരുട്ടത്ത് കിടക്കുമ്പോൾ, ഇരുട്ടത്ത് കിടന്നാൽ നമുക്കത് പാമ്പായിട്ട് തോന്നും. ഇതൊക്കെ നമുക്ക് വരുന്ന ഇതിലൂടെ കുറേശ്ശെ വീതം അതും പറയാൻ ശ്രമിക്കാം. അപ്പം കർഷയതീതി കൃഷ്ണ എന്നാണ്. കൃഷ്ണ ഭഗവാൻ നമ്മളെ ആകർഷിക്കും. അപ്പോൾ ആ ഭഗവാൻ നമ്മളെ ആകർഷിക്കട്ടെ. അതിനുള്ള അവസരം നമ്മൾ ഒരു ചുവടെങ്കിലും ഭഗവാനിലേക്ക് വെക്കട്ടെ. നാരായണ നാമം നമുക്ക് ജപിക്കാനായിട്ട് കഴിയട്ടെ. എപ്പോഴും ആ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ. എപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദിവസത്തിൻ്റെ കുറച്ചു നേരമെങ്കിലും നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഇത് ഗുരുക്കന്മാർ ഭാഗവതം പഠിപ്പിച്ചപ്പോൾ ഇതിങ്ങനെ ഒരു ഒരു തേജോ പുഞ്ചം പോലെ, അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഇതുപോലെ അങ്ങോട്ട് വലിച്ചിടുകയാണ്. അപ്പം ഇത് കേൾക്കും തോറും പിന്നെയും അതിനകത്ത് ഇങ്ങനെ നമ്മൾ മുഴുകിപ്പോകും. നമുക്ക് ഒരുമിച്ച് കേൾക്കാം, ഒരുമിച്ച് പറയാം, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാം. അനുഗ്രഹിക്കുക. ഹരി ഓം.